ഫെസ്റ്റ് ഡയറക്ടഡ് ബൈ ശശികാന്ത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ, അതായത് ഈ സിനിമയിൽ എന്തൊക്കെയോ എഴുതിയാണ് പിടിപ്പിച്ചിട്ടുണ്ട്. അത് എഴുതി പിടിപ്പിച്ചത് നമുക്ക് ഒരു സെക്കൻഡ് പോലും ഇവിടെ വിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. ആകെ നമുക്ക് ഇതിൽ കുറച്ചേക്കിന് ഫീൽ ചെയ്യുന്നത് മറ്റേ മാധവന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആണ് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടും ഒരു കുറച്ചെങ്കിലും ഒരു ഇമ്പാക്ട് ഉള്ളതായിട്ട് തോന്നിയത്. അതും എഴുത്തിന്റെ ഗുണമെന്നല്ല, അത് മാധവന്റെ ആക്ടിങ്ങിന്റെ ഒരു ഒരു സംഭവം കൊണ്ട് ആണ് നമുക്ക് ആ സാധനം ഫീൽ ചെയ്യണം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിൽ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സിനിമ സ്പോർട്സ് ഡ്രാമ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്. ഒരു സ്പോർട്സ് ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള മറ്റേ 90 ജേഴ്സി സിനിമ ഒക്കെയാണ് സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പഴയ അമീർ ഖാന്റെ ലഗാനി, പഴയ മറ്റേ നമ്മൾ ചെങ്കുലിക്ക് മെങ്കുലി എന്ന് പറഞ്ഞ മറ്റേ പടം, ഇതൊക്കെയാണ് സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ. അപ്പൊ അതേപോലത്തെ ഒരു സ്പോർട്സ് ഡ്രാമ പ്രതീക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ ക്രിക്കറ്റ് ഇതിൽ കാണിക്കുന്നത് ആകെ മാക്സിമം പോയാൽ ഒരു 20-25 മിനിറ്റ് ആണ്. സിനിമ ഏകദേശം 2.5 മണിക്കൂറുണ്ട്. അതിൽ ബാക്കി ഒക്കെ ഇങ്ങനെ സംസാരം. അതും ഈ ഇതിൽ വന്നിട്ടുള്ള ഒരു ഇമോഷണൽ സീൻസോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ത്രില്ലിംഗ് സീൻസോ ഒന്നും തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ പിന്നെ അതിന്റെ പെർഫോമൻസ്, ഇതില് മാധവിന് ഗംഭീര പെർഫോമൻസ് ആസ് യൂഷ്വൽ. അതേപോലെ തന്നെ നയൻതാരക്ക് ഒന്നുമല്ലേ, അതാണ് ഒന്നാമത്. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. നയൻതാര നല്ല ഗംഭീരമായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ സിദ്ധാർത്ഥിന്റെ ഒരു ഇതിലൊരു കവർ ഡ്രൈവ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥ് ഇതിന് വേണ്ടിയിട്ട് ക്രിക്കറ്റിന്റെ എന്തെങ്കിലും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ബാറ്റിംഗ് സ്റ്റാൻസ്, എന്താണ് കവർ ഡ്രൈവ്, എങ്ങനെയാണ് അടിക്കടി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. കാരണം ഈ സിനിമയിൽ ഒരു കവർ ഡ്രൈവ് ഉണ്ട്. അത് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തുള്ള ഒരു കവർ ഡ്രൈവ് ആണ്. ഗംഭീര സാധനയാണ് അത്. അയ്യോ നമ്മൾ തന്നെ പറയാം, അടിപൊളി, നമ്മളെ മനസ്സിൽ തന്നെ വരും. അങ്ങനത്തെ ഒരു കവർ ഡ്രൈവ് ഈ സിനിമയിൽ കഴിഞ്ഞത്. അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥിന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് കളിക്കാരനത്, ഇത് ഇങ്ങനെ എന്ത് ഇങ്ങനെക്കോ ഒരു എന്താ പറയുക, ശ്രീനാരായണന്റെ ഒക്കെ ഒരു കാട്ടലി. ഇതിൽ ശ്രീനാരായണന്റെ കാട്ടല് മോശമാണെന്നുള്ളതല്ല, പക്ഷെ ഇത് അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരു ഫീല് കിട്ടുന്നില്ല. സിദ്ധാർത്ഥിന്റെ പ്രശ്നമല്ല, ക്യാരക്ടർ കൊടുത്ത പ്രശ്നം. അത് ഇങ്ങനെ നടക്കുക ഒരു ഒന്നും ഇല്ല. ഒരു ഇമോഷൻലെസ് ക്യാരക്ടർ എന്നാൽ ഏറ്റവും ഇമോഷൻ ഉണ്ട്. പിന്നെ ആക്ട് ചെയ്യാൻ സിദ്ധാർത്ഥിന്റെ ക്ലൈമാക്സിന്റെ സമയത്താണുള്ളത്. പക്ഷെ അതൊന്നും ഒരു ഫീലില്ല, മനസ്സിലായി. ഒരു ഫീലില്ല. അത് 2.5 മണിക്കൂർ എന്തിനോ വേണ്ടി ഇരുന്ന് കണ്ട ഒരു പടം ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ എനിക്ക് തോന്നിയത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും, പക്ഷെ എനിക്കിത് ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടമായില്ല. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സ്പോർട്സ് ഡ്രാമ എന്ന് പറഞ്ഞ സാധനം എക്സ്പെക്ട് ചെയ്തിട്ട് കുറച്ച് ത്രില്ലിംഗ് ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ആണ് ഞാൻ ഈ സിനിമ കണ്ടത്. പക്ഷെ അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു ഇമോഷൻ, ഇതിന് മെയിൻ ആയിട്ട് ഇതിന് ഇമോഷണൽ കണക്ഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ പടം ഇല്ല, മനസ്സിലായില്ല. അല്ലാതെ ഞാനിപ്പോ സ്പോർട്സ് ഡ്രാമ എക്സ്പെക്ട് ചെയ്തിട്ട് ഈ സിനിമ കാണാൻ വേണ്ടി സ്പോർട്സിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന് എന്താണോ സംസാരിക്കണം. ഇപ്പൊ ഈ ഇമോഷൻസ് കൂടുതൽ നമ്മളെ മുന്നിൽ കിട്ടി തരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭീകരത, മാധവന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഭീകരത ഒക്കെ ഫീൽ ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ഫലിച്ചിട്ടുണ്ട് മാധവന്റെ പെർഫോമൻസ് കാരണം. പക്ഷെ അതിന്റെ അപ്പുറത്തൊക്കെ ടെക്നിക്കലി ഒരു സിനിമ അതിന് സപ്പോർട്ടബിൾ ആണല്ലോ. നമുക്ക് ഇവർ എന്ത് ഫീലാണ് നമുക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ഫീൽ ഈ സിനിമയിൽ എനിക്ക് എവിടെയും കിട്ടിയില്ല. അപ്പൊ സിനിമ ഉള്ളത് നെറ്റ്ഫ്ലിക്സിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരെ ഓണാക്കി. കാരണം ക്രിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വരെ ഓണാക്കി വെച്ചാൽ റിലീസ് ചെയ്താൽ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ. പക്ഷെ ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടും കൂടി ആണ് ഈ സിനിമ കണ്ടത്. പക്ഷെ എന്താ ഇപ്പൊ ചെയ്യുക, സിനിമ വേറെ എന്തൊക്കെയോ ആയി പോയി. പക്ഷെ കാണിച്ച സാധനം, ഈവൻ നമ്മൾ പ്രതീക്ഷിച്ച സാധനം എല്ലാ സിനിമയിലും ഉള്ളതെന്നുണ്ടെങ്കിലും എന്താണോ കാണിക്കണം അത് നമുക്ക് ഫീൽ ചെയ്യണം. ആ ഒരു ഫീൽ തിരിക്കാം. ഇതിലാകെ ഉള്ളത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥ് ഇതിൽ ചെയ്തിട്ട് അതേപോലെ തന്നെ ഇതിൽ ആ ക്രിക്കറ്റ് മാച്ച് മൊത്തത്തിൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് മാച്ച് 20, 20, 25 മിനിറ്റേ ഉള്ളൂ. അതില്ല, അത്രയൊന്നും കാണിക്കണമെന്നില്ല. ഞാൻ ഒരു റൗണ്ട് ഫിഗർ പറഞ്ഞുള്ളൂ. അപ്പൊ ആ ഒരു ക്രിക്കറ്റ് മാച്ച് കാണിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ കവർ ഡ്രൈവ് മാത്രമല്ല, ആ ക്രിക്കറ്റ് മാച്ച് തന്നെ അവർ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സെക്കൻഡ് പോലും ഇത് എന്ത് വലക്കുകയാണെന്നുള്ള ഒരു തോന്നൽ വരില്ല. അതൊരു പോസിറ്റീവാണ്. പിന്നെ മാധവന്റെ പെർഫോമൻസ് ഒരു പോസിറ്റീവാണ്, നയൻതാരന്റെ പെർഫോമൻസ് ഒരു പോസിറ്റീവാണ്. ഇതാണ് എനിക്ക് ആകെ പോസിറ്റീവായി തോന്നിയത്. ബാക്കിയുള്ളതൊക്കെ ഒന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ടെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.